ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്ന് സൂചന വരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഇനിയും കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് ചെന്ന് ചേരും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ BJP നേതൃത്വം. ഈ നേതാക്കളുമായി ചർച്ച നടക്കുന്നതുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാത്തത് എന്നാണ് വൈകി വരുന്ന റിപ്പോർട്ടുകൾ. ആർ രാധാകൃഷ്ണൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ. ഡൽഹിയിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ ആളുകളെ രാജിവെപ്പിച്ച് കൊണ്ടുവരാനുള്ള നീക്കമാണോ നടക്കുന്നത്? പറയൂ. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും. കാരണം ഈ ഹിമാചൽ പ്രദേശ് അടക്കമുള്ള ഈ ദിവസങ്ങളിലെ രാഷ്ട്രീയമായിട്ടുള്ള സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഹിമാചൽ പ്രദേശിൽ തന്നെ നമുക്ക് ഇന്നലെ അറിയാം, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം അവകാശപ്പെട്ടപ്പോഴും അവിടെയുള്ള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ പ്രതിഭാ സിംഗ് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടാണ് അവർ സംസാരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത് നല്ല ചെയ്തികളാണ്, രാജ്യത്തിന് വലിയ വികസനം അദ്ദേഹം ഉണ്ടാക്കുന്നു എന്ന പ്രസ്താവനയാണ് അവരിൽ നിന്ന് വന്നത്. അങ്ങനെ പല കോണുകളിൽ നിന്നും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്നും വന്ന പ്രസ്താവനകളും വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും ഒക്കെ അവരുടെ ഒരു ചാഞ്ചാട്ടം സൂചിപ്പിക്കുന്ന വിധത്തിലേക്കാണ്. ഇതിനെ മുതലാക്കാൻ വേണ്ടി BJP തയ്യാറെടുത്തിരിക്കുന്നു, തീരുമാനിച്ചിരിക്കുന്നു, അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അതുകൊണ്ടാണ് മെനഞ്ഞാന്ന് തന്നെ ചർച്ച ഏതാണ്ട് പൂർത്തിയായ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെയും പ്രസിദ്ധീകരിക്കാതെ BJP അത് വൈകിക്കുന്നത്. ഇനി ഞായറാഴ്ച മാത്രമേ ആ പ്രഖ്യാപനം ഉണ്ടാകൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. നിലവിലുള്ള സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ചർച്ചകൾ BJPയിൽ നടക്കുന്നുണ്ട്. ചില പ്രധാനപ്പെട്ട നേതാക്കൾ BJPയിലേക്ക് ചേരും എന്നുള്ള സൂചനകൾ നൽകുന്ന വിധത്തിലാണ് BJPയുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങളും. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള വിജയം 370 സീറ്റുകൾക്ക് ഉപരി BJPക്കും 400 സീറ്റുകളിൽ അധികം NDAയ്ക്കും എന്ന ലക്ഷ്യത്തിലേക്ക് BJP ചുവടുവെക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ നേതാക്കൾ എത്തിയാൽ പല മേഖലകളിലും അത് ഗുണകരമായിട്ട് മാറും എന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് BJP എത്തിയിരിക്കുന്നത്. അതിന് പര്യാപ്തമാകുന്ന വിധത്തിലാണ് അവരുടെ നടപടികളും പോകുന്നത്. മറുവശത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് ആരംഭിക്കുന്നില്ല, പകരം തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക. അവരുടെ ഒരു സ്ഥാനാർത്ഥി തെരച്ചിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങൾ രൂപീകരിക്കുന്നതിൽ അതിലൊരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ചില മുതിർന്ന നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിനോട് കടുത്ത അതൃപ്തിയുണ്ട്. അവർ പറയുന്നത് സിറ്റിംഗ് MPമാർക്ക് സീറ്റ് നൽകാം എന്നൊരു ധാരണ ഉണ്ടായി എന്നതൊഴിച്ചാൽ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഔപചാരികമായിട്ടുള്ള ധാരണയിലേക്ക് പാർട്ടി നേതൃത്വം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ പാർട്ടി പറഞ്ഞിരുന്നത് 33% സീറ്റുകളിലേക്ക് യുവാക്കൾക്കും വനിതകൾക്കും പ്രാതിനിധ്യം ഉറപ്പാക്കും എന്നുള്ളതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചേ മതിയാകൂ എന്ന് ആ രണ്ട് വിഭാഗങ്ങളിലെയും പോഷക സംഘടനകൾ യൂത്ത് കോൺഗ്രസും ഒപ്പം മഹിളാ കോൺഗ്രസും അടക്കം ആവശ്യപ്പെടുന്നുണ്ട്. INTUC ആകട്ടെ തൊഴിലാളി വിഭാഗത്തിന്റെ പ്രാതിനിധ്യം ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, വിജയത്തിന്റെ അടിസ്ഥാനമായി അത് മാറും എന്ന് ചൂണ്ടിക്കാട്ടി തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പരിഗണന ലഭിക്കണം എന്ന വാദം ഉയർത്തി അവരും രംഗത്തുണ്ട്. അങ്ങനെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യം ഈ സമ്മർദ്ദങ്ങൾ കൂടി നേരിടേണ്ട വിധത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം. നമുക്ക് അറിയാൻ സാധിക്കുന്നത് മാർച്ച് 12-ന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് പാർട്ടികളും അതിന് മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോഴുള്ളത്. SK. താങ്ക് യു ആർ രാധാകൃഷ്ണൻ.